ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നമുക്കിന്ന് വായിക്കാം. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 38 മുതൽ ഒരു 41 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ളൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. ഈ ഒരു വചനം നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു ഭാഗമാണ്. മറിയയുടെ, മാർത്തയുടെ, ലാസറിൻ്റെ അല്ലേ ഈ ഒരു ഭാഗം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതിലൊരൊറ്റ വേർഡും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവനാമത്തിൽ. ഇവിടെ പറയണം, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാനും നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോ വിഷയങ്ങളെ ഓർത്ത് വിചാരപ്പെടുന്നവരല്ലേ. ഒന്നല്ലെങ്കിൽ വേറൊരു ഒരു വിഷയം തീർന്നു കഴിയുമ്പോൾ അടുത്തത് വരും അല്ലേ. വിചാരപ്പെടല്ലെന്ന് തീരുമാനമെടുത്താലും വിചാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നിരാശകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇവിടെ പറയണം, വിചാരപ്പെടുന്ന വ്യക്തികളുടെ മനസ്സെന്ത് ചെയ്യും? മനം കലങ്ങുവാനും ദുഷ്ടൻ അതിൽ കയറി പ്രവർത്തിപ്പാനും അവിശ്വാസം അതിലേക്ക് കയറുവാനൊക്കെ ചാൻസ് ഉള്ളൊരു ഭാഗമാണിതല്ലേ. അപ്പം മാർത്തയോട് ദൈവം പറയാണ്, നീ എന്തിനാണ് വിചാരപ്പെടുന്നത്? ഇവിടെ പറയാണ്, ഇതിൽ ആദ്യത്തെ ഭാഗം പറയണം, അവനൊരു മാർത്ത എന്ന പേരിൽ ഈ വിചാരപ്പെടുന്ന മാർത്ത തന്നെയാണ് ദൈവത്തെ ആ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതായത് ഇവിടെ മാർത്ത എന്ന പേരിലൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. പക്ഷെ അവൾ പലവിധമായ വീട്ടുകാര്യങ്ങളിൽ അല്ലേ, പലവിധമായ ശുശ്രൂഷ, കർത്താവെ എൻ്റെ ശുശ്രൂഷയിൽ എന്നെ തനിച്ചു വിട്ടു, പല കാര്യങ്ങളിൽ അവൾ മാറിപ്പോയി. പക്ഷെ വീട്ടിലേക്ക്, ആ ഭവനത്തിലേക്ക് കൈക്കൊണ്ടത് മാർത്ത തന്നെയാണ്. ദെൻ മാർത്ത ദൈവസന്നിധിയിൽ ഇരിക്കാതെ പല കാര്യങ്ങളിൽ ഏർപ്പെടുകയും ദൈവത്തിനുള്ള അല്ലെങ്കിൽ അടുക്കളയിലെ പണിയായിരിക്കുക, അല്ലെങ്കിൽ പലവിധമായ കാര്യങ്ങളിൽ അവൾ എന്താണ് ബിസി ആയിപ്പോയി അല്ലേ. മറിയ എന്തെയ്യുന്നു? അവിടെ സഹോദരിയായിരുന്നു. മറിയ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടു. അപ്പോൾ ദൈവം പറയാണ്, നീ എന്തിനു പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു? മറിയതെ നല്ല അംശം തിരഞ്ഞെടുത്തു. അതായത് മാർത്തയും ദൈവവചനം കേൾക്കണം എന്നുള്ളൊരു ചിന്തയാണ് എന്ന് പറഞ്ഞ് ഇവിടെ ജോലി ചെയ്യണ്ട എന്നുള്ളൊരു ഭാഗമല്ല, അവളെ സഹായിക്കണം. അതിനുപരി ഹല്ലേലൂയ സ്തോത്രം, അതായത് ആ ഭവനത്തിൽ കൈക്കൊണ്ട മാർത്ത ഇതുപോലെ തന്നെയാണ് നമ്മളും. ആ ഒരു ചാൻസാണ് എൻ്റെ ഹൃദയത്തിൽ, ആ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തെ, ഇത് നമുക്ക് ഓൾറെഡി പല രീതിയിൽ കർത്താവിൻ്റെ ദാസന്മാർ പല ദൂതുകളായിട്ട് സംസാരിച്ച വിഷയമാണ്. പക്ഷെ ആ ഒരു ഭാഗം എന്നെ എന്ത് ചെയ്തു? ചിന്തിപ്പിച്ചു. അതായത് ഭവനത്തിൽ കൈക്കൊണ്ട മാർത്ത തന്നെ ദൈവത്തെ അവിടെ ഇരുത്തി, അല്ല ദൈവത്തെ അവിടെ നിന്ന് അവനക്ക് വേണ്ടി ആയിരിക്കും സോഷ്യൽ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു അല്ലേ. അപ്പം നമ്മളും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഒരു റൂമിൽ, നമ്മുടെ ഒരു ഭവനത്തിൻ്റെ വീടിൻ്റെ അകത്ത് ഒരു മുറിയിൽ നമ്മൾ ദൈവത്തെ വിളിച്ചിരുത്തിയിട്ടുണ്ട് അല്ലേ. നസ്രാനായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം, ചിലപ്പോൾ ഇപ്പോൾ മനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കും. അവിടെ ഇരുത്തിയിട്ട് നമ്മൾ അടുത്ത റൂമിൽ പോയിരുന്നുണ്ട് കരയുക, അല്ലെങ്കിൽ എന്താണ് വിചാരപ്പെടുക, എന്താ സംഭവിക്കും, ഭാരം, പ്രയാസങ്ങൾ, ഫ്യൂച്ചറിനെ ഓർത്തുള്ള നിരാശകൾ, പ്രതികൂലങ്ങൾ എല്ലാം നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പുറത്തെ റൂമിൽ പോയിരുന്നു, ഇപ്പുറത്ത് ദൈവം ഇരിപ്പുണ്ട്, നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ദൈവത്തെ. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മളും അല്ലേ. മാർത്തയെ പോലെ ദൈവത്തെ വീട്ടിലേക്ക് കൈക്കൊണ്ട് അവൾ തന്നെ എൻ്റെ ദൈവത്തോട് വന്ന് പറയും, മറിയ എന്നെ സഹായിക്കുന്നില്ല, ഞാൻ പലതിനാ എന്നെ ശുശ്രൂഷയിൽ മുഴുങ്ങിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും അവൾ വരുന്നില്ല. അതായത് മറിയ കണ്ടത് കർത്താവ് വന്ന ഭവനത്തിൽ
ഇനി ദൈവസന്നിധി ഇരുന്ന് കുറച്ച് വചനം കേട്ട് നമുക്ക് വിചാരപ്പെടേണ്ട ആവശ്യം വരികയില്ല. ആമേൻ, സ്തോത്രം. അതാണ് മറിയ അവൻ്റെ കാൽക്കലിരുന്ന് വചനങ്ങളെ പഠിച്ചു. ഇപ്പം ദൈവവും ആഗ്രഹിക്കുന്ന ഇതാണ്, നീ ഒരിക്കൽ ദൈവത്തെ കൈക്കൊണ്ടായിരിക്കാം ദൈവത്തെ നമ്മളൊരു ഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഒരു ബിംബം പോലെ നിങ്ങളുടെ മനസ്സിൽ വെക്കാനല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ഈ കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങൾ അവൻ്റെ ചെറുവിരലൊന്ന് അനക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സെക്കൻഡിൽ തീരുക തന്നെ ചെയ്യും. വിശ്വസിക്കുകയാണ് വേണ്ടത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ യേശു ഉണ്ട് എന്ന് ചിന്തിച്ചാൽ നമ്മൾ പരസ്പരം വഴക്ക് പിടിക്കില്ല. ആ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഇരുന്ന് നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഭരിക്കും. ദൈവം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ദൈവവചനം പറഞ്ഞ ചില ദൈവങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. ആ ദൈവം അല്ല നമുക്ക് വേണ്ടി ദിനം പ്രതി ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവം ദിനം പ്രതി നമ്മളോട് ഒപ്പമുണ്ട്. നമ്മളത് വിശ്വസിക്കുക. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും കർത്താവ് നമ്മുടെ അരികിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളൊരു കാര്യങ്ങളെ ദൈവത്തെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മുടെ വിഷയങ്ങളിലേക്ക് പോവോ, നമ്മൾ സ്വയം അത് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മളാണ് തീരുമാനിക്കേണ്ട ദൈവം ഇവിടെ ഇരിക്കണം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എപ്പോൾ ഇരിക്കണം നമ്മളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല, ദൈവം നമ്മുടെ അതൊരു ട്രെയിൻ എടുത്ത എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ദൈവ സാന്നിധ്യം അതായത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തെ ഇൻവോൾവ് ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. അല്ലേ, ദൈവം നമ്മളീ ആഗ്രഹം അല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ല നിരാശകൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ ദൈവത്തെ വിളിക്കേണ്ടത്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും. അതിപ്പം നിനക്കൊരു പ്രശ്നം വരാതെ വേണം ദൈവം കാത്തോളും, പ്രശ്നമില്ലെന്നല്ല. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതാണ് ദൈവവചനം മാർത്തയോടും ദൈവം അതാ പറഞ്ഞ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതായത് എൻ്റെ കാൽക്കലിരുന്ന് അവൾ വചനങ്ങളെ പഠിക്കുന്നു അല്ലെങ്കിൽ വചനങ്ങളെ കേൾക്കുമ്പോൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അല്ലേ, മത്തായിയിൽ പറയുന്നു ഗിരിപ്രഭാഷണത്തിൽ നിങ്ങൾ വിചാരപ്പെടുന്നതിൽ അതിൻ്റെ നീളത്തോടൊന്നും കൂട്ടുവാനോ കുറയ്ക്കാനോ നമ്മളെ കൊണ്ടാവത്തില്ല. അല്ലേ, നിങ്ങളൊരു തലമുടി കയ്യിൽ പിടിച്ചൊരു വെള്ളം അല്ലെങ്കിൽ നരച്ച ഒരു മുടി കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ അതിനെ നോക്കി വിചാരപ്പെട്ടിരുന്ന അതൊരിക്കലും കറുപ്പാകുകയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അതിൻ്റെ സമയമാവുമ്പോൾ ദൈവം എന്ത് ചെയ്യും, പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുക. ദൈവനാമത്തിൽ നമ്മൾ വിശ്വസിക്കുക. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പോന്നപ്പോഴും അവർക്ക് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. ഫുഡിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കയ്പ്പ്, പല രീതിയിൽ അവർ മോശയോട് പിറുപിറുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു, ദൈവം പറഞ്ഞ പോലെ അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി ദൈവം അവരുടെ മുമ്പാകെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ടും അവർക്ക് വിചാരപ്പെടാറ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വിചാരപ്പെട്ട് പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അത് അവരുടെ നന്മയ്ക്ക് തടസ്സമായതുപോലെ. ഹല്ലേലൂയ, സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ നീ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവനോട് ദിനം പ്രതി സംസാരിക്കുക. നിൻ്റെ പ്രശ്നങ്ങളെ ദൈവത്തോട് പറയുക. അത് പ്രാർത്ഥന എന്ന രൂപത്തിൽ ചിലപ്പോൾ നമ്മുടെ നെടുവീർപ്പ് പോലും ദൈവം ഒരു പ്രാർത്ഥനയായിട്ട് ഏറ്റെടുക്കുകയാണ്. അല്ലേ, നമ്മൾ വാ തുറന്നൊന്നും പറയണ്ട, മനുഷ്യരോട് നമ്മൾ പറയണം നമ്മുടെ വിഷയം. പക്ഷെ നമ്മൾ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അവിടെ ആ ഒരു നിലവിളി ദൈവസന്നിധി പ്രാർത്ഥനയായിട്ട് ധൂപമായി കയറിപ്പോയി. ദൈവം അവിടെ എന്ത് ചെയ്തു, മറുപടി കൊടുത്തു. അപ്പം മാർത്തയെ പോലെ അല്ലെങ്കിൽ ഭവനത്തിൽ കൈകൊണ്ടിട്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും നമ്മുടെ രീതിയിൽ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ എന്ത് വരും, നമുക്ക് പ്രയാസങ്ങൾ വരും. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതിനെ ഈ ഒരു ഭാഗത്തിൽ എന്നെ ചിന്തിച്ചൊരു വാക്യാണ്. മാർത്തയാണ് എന്ത് ചെയ്ത് ദൈവത്തെ വീട്ടിലേക്ക് കൈക്കൊണ്ടു. പക്ഷെ മാർത്തയ്ക്ക് തന്നെയാണ് വിചാരങ്ങളും മനം കലങ്ങിയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം ആദ്യം അറിയാം. അവൻ നിൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്. ആമേൻ, സ്തോത്രം. അവൻ നിൻ്റെ പ്രശ്നത്തെ നോക്കിയാൽ, ഹല്ലേലൂയ, സ്തോത്രം, പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവനൊരു വാക്ക് പറഞ്ഞാൽ മതി. അവനൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പ്രശ്നം മാറുമെന്ന് വിശ്വാസമുള്ളവരാ നിങ്ങളെങ്കിൽ ഈ നാളുകളിൽ വിചാരപ്പെടുന്നത് നിർത്തുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം അത് മാമോനെ സേവിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ദൈവത്തെ മാമോനെ ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ലെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിചാരപ്പെടുന്ന എന്തുടുക്കും, എന്ത് കഴിക്കും, ആഹാരത്തിനായി, വിശപ്പിനായി, അല്ലെങ്കിൽ ദേഹത്തിനായി, ജീവനായിക്കൊണ്ട് നമ്മൾ ഓരോന്നിനെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ അതെന്ത് ചെയ്യും, മാമോനെ സേവിക്കുന്നതിന് തുല്യമായി തീരുമെന്ന് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് എങ്കിൽ
നമ്മൾ ഈ നാളുകളിൽ ദൈവത്തെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സ്വീകരിക്കാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് എല്ലാ കാര്യങ്ങളും പറയുക. അവൻ്റെ കാൽക്കൽ ഇന്ന് അവൻ്റെ വചനമാണ്. ദൈവവചനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക. കാരണം എന്താ, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു, ഈ വചനം ദൈവമാണ്. ഈ വചനം നമ്മൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, ആൾക്കാരുടെ പെരുപ്പം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞാലേ ഞാൻ വചനം കേൾക്കൂ, അങ്ങനെയൊന്നും അല്ല. ദൈവവചനമാണോ സംസാരിക്കുന്നത്, നിൻ്റെ ഹൃദയത്തോട് ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റെടുക്കുക തന്നെ വേണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു എന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് അവൾ അവളുടെ രീതിയിൽ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണിയിൽ അവൾ ബിസി ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുമ്പോൾ യേശു എന്താ പറഞ്ഞത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ആമേൻ, സ്തോത്രം. നമുക്കും ആ ഒരു നല്ലൊരു അംശം തിരഞ്ഞെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമ്മൾ പറയേണ്ട, കർത്താവേ നീ ഇന്ന പോലെ, അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല, അല്ലേ. ദൈവമേ നിനക്ക് ഈ പ്രശ്നത്തിൽ എന്നെ എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ വിചാരപ്പെടുന്നതിൽ എൻ്റെ ടെൻഷൻ കൂടും. നിങ്ങൾക്കാണെങ്കിലും മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളെ ബാധിക്കും. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്നേഹിതനായ ഉറ്റ സ്നേഹിതനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന നസ്രാന യേശുവിൻ്റെ കാര്യത്തിൽ നമുക്ക് കൊടുക്കുക. അതുകൊണ്ട് ഈ നാളുകളിൽ മാർത്തേ മാർത്തേ എന്ന് വിളിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ എന്നെയും കൂടെയാണ് ദൈവം എന്തിനാണ് വിചാരപ്പെടുന്നത്, എന്തിനാണ് നിൻ്റെ മനം കലങ്ങിയിരിക്കുന്നത്. ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, സ്ത്രീയെ നീ എന്തിനാ കരയുന്നതെന്ന്. ഹല്ലേലൂയ, നമ്മൾ കരയുമ്പോൾ വേദനപ്പെടുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ, ദൈവവചന പ്രകാരം നമ്മളൊന്നിനെയും കുറിച്ചും നിങ്ങളെ മക്കളെ, നിങ്ങളുടെ ദൈവവചനം പറഞ്ഞ് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക വിചാരപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവരെ പ്രാർത്ഥിപ്പീൻ എന്ന ദൈവം നമ്മൾ വിചാരപ്പെടേണ്ട. ആമേൻ, സ്തോത്രം. അവരെക്കുറിച്ച്, നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അവൻ്റെ സന്നിധിയിൽ നിന്ന് വചനങ്ങളെ കേൾക്കുക, ദൈവവചനങ്ങളെ കേട്ട് പരസ്പരം നമുക്ക് ആശ്വസിക്കാം. ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വചനപ്രകാരം ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിച്ച് ജീവിക്കാം. ഈ വചനപ്രകാരം എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.